വ്യക്തിയാണ് ഞാൻ. അല്ലാതെ യാതൊരു വിധത്തിലും അദ്ദേഹം UDF പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല. ചോദിച്ചോളൂ ശ്രീ PC ജോർജ്. ഞാൻ അജയ് തരനോട് ചോദിക്കട്ടെ, ഞാൻ അജയ് തരനോട് സ്നേഹത്തോട് ചോദിക്കുക, KM മാണി ബാർ കോഴ കേസ് ബഡ്ജറ്റ് വിറ്റില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ അജയ് തരൻ? പറ, ആത്മാർത്ഥമായിട്ടോ എന്റെ മുഖത്ത് നോക്കി പറ. ഞാൻ പറയുന്നു വിറ്റെന്ന്. അജയ് തരൻ എന്റെ മുഖത്ത് നോക്കി പറ വിറ്റില്ലെന്ന്. ഞാൻ അജയ് തരനെ പറയുന്ന ശിക്ഷ അനുഭവിക്കാൻ തരാ. മനസ്സായിട്ട് കൈവച്ചോണ്ട് ചങ്ക കൈവച്ചോണ്ട് വിറ്റിട്ടില്ലെന്നാണ് വിശ്വാസം. പറയാമോ? നമ്മൾ ചർച്ച ചെയ്ത് പോയ വിഷയങ്ങളാണ്. അതെല്ലാം ചർച്ച ചെയ്തു പോയ വിഷയങ്ങളാണ്. പുതിയ വിഷയങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ചർച്ച ചെയ്ത് പോയ വിഷയങ്ങളെ കുറിച്ച് വീണ്ടും നമ്മൾ ചർച്ച ചെയ്ത് പോയ വിഷയമാണെങ്കിൽ പോലും അങ്ങനെ ഒരു ചോദ്യം വരികയാണ് UDFന്റെ MLA ആയ PC ജോർജിന്റെ ഭാഗത്ത് നിന്ന്. KPCC വക്താവായ അജയ് തറയിലിനോടാണ് ചോദ്യം. മാണി ബജറ്റ് വിറ്റില്ല എന്ന് ഹൃദയം തൊട്ട് താങ്കൾക്ക് പറയാൻ കഴിയുമോ എന്നാണ് ചോദ്യം. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. മിണ്ടാതിരിക്കുന്നതിന് നന്ദി. ഞാൻ വേറൊന്നുകൂടെ ചോദിക്കാം. നമ്മുടെ മന്ത്രിമാരിൽ എത്ര പേർ നേരിട്ട് കൈക്കൂലിക്കാരുണ്ട് അജയ് തരൻ അറിയാവോ? KPCC ചർച്ചയ്ക്ക് വന്ന കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്ക് നിയന്ത്രിക്കേണ്ടേ അജയ് തരനെ? ഇത് നിയന്ത്രിക്കാതെ രാജ്യത്ത് ജനങ്ങളെ ഫേസ് ചെയ്യാൻ നമുക്ക് പറ്റുമോ? അത് നിയന്ത്രിക്കണം എന്ന് പറയുന്ന PC പുറത്ത്, കക്കുന്നവനകത്ത്, കക്കരുതെന്ന് പറയുന്ന പുറത്ത് എന്ത് നീതി മിസ്റ്റർ തറയിൽ? പറ. അല്ല PC ജോർജ്, മന്ത്രിമാരെ നേരിട്ട് കൈക്കൂലി വാങ്ങുക എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള മന്ത്രിമാര് കൗണ്ടർ വെച്ചിട്ടാണോ വാങ്ങുന്നത്? ഞാൻ പോട്ടെ, ഇത് തന്നെ അതിർത്തി വിട്ട് പറഞ്ഞു പോയതാ. പോട്ടെ. ശ്രീ ജോണി നെല്ലൂർ, താങ്കൾക്ക് മറുപടി പറയാൻ കഴിയും. അജയ് തറയിൽ മൗനം അവലംബിക്കുകയാണോ അതോ